ഓർഡർ ഓർഡർ ഓർഡർ, എല്ലാവരും ഒന്ന് പറഞ്ഞ് ഓർഡർ ഓർഡർ, ടൈപ്പ് ചെയ്ത് ഓർഡർ ഓർഡർ. ലൈഫിനൊരു ക്രമം കൊണ്ടുവരിക, സിസ്റ്റമാറ്റിക് ആക്കുക. അതിൽ തന്നെ ഒരു ഫ്രീ ഫ്ലോ ഉണ്ടാകാൻ അത് മതി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, God is highly organized. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം ദൈവം ഒത്തിരി വലിയ കാര്യങ്ങളാണ് നമ്മുടെ നടുവിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ വിശ്വസിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ബൈബിളിൽ പറയുന്ന ഒരു ഉറവുണ്ട്, അത് രക്ഷയുടെ ഉറവെന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ആ ഉറവിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയുക, അത് അനുഗ്രഹമായിരിക്കും. രക്ഷയുടെ ഉറവിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെയാണ് പുറത്തോട്ട് വരുന്നത്. ഇന്ന് എന്തെങ്കിലുമൊക്കെ കുറവുമായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരുക എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ ഉറവിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദൈവിക പ്രസാദത്തിൻ്റെയും ഒക്കെ വെള്ളം കോരിയെടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു വെൽവിഷറാണ് എറണാകുളത്ത് നിന്ന്. താങ്ക് യു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, രണ്ടാമത്തെ മകൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ മാനസിക സംഘർഷത്തിൽ നിന്നും അതുപോലെ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും പുറത്തു വരേണ്ടതിനു വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെടുകയും മകൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗാണ് ഇന്ന് വൈകുന്നേരം 6:30 മണിക്ക് ട്രിവാൻഡ്രം കഴക്കൂട്ടം കാർത്തിക് ഹോട്ടലിൽ വെച്ച് നടക്കുന്നത്. ആ സ്പെഷ്യൽ മീറ്റിംഗിലേക്ക് നിങ്ങളെ പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായിട്ടൊരു അനുഗ്രഹമായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളെ പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായിട്ട് പാസ്റ്റർ ഡാമിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന് മുന്നമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയിലേക്ക് നമുക്ക് കടക്കാം. അതിനുശേഷം ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും, ആരാധിക്കാം
വെൽക്കം ബാക്ക്. ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ തോറും അവൻ്റെ ദയ പുതിയതാവുന്നു. His mercies are new every morning, every morning, every morning. His mercies are new. ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ മേലൊരു വലിയ അനുഗ്രഹം വരാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളിത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ലിങ്കുകളെടുത്ത് ഒത്തിരി പേർക്കൊക്കെ അയച്ചു കൊടുക്കണം. യെസ്, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡയറിയിൽ ആ പേജ് എടുത്താൽ കാണാൻ കഴിയും. March 4 വെനസ്ഡേ ഫോക്കസ് വേർഡ് ഈസ് ഓർഡർ, ക്രമം. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച കണ്ടത് വിസ്ഡം ടു ബിൽഡ്, പണിയാനുള്ള ജ്ഞാനം. അതിനുശേഷം ഇന്നലെ കണ്ടു വിഷൻ. വാവ്. ഇന്ന് കാണുന്നത് ഓർഡർ, ക്രമം. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ക്രമം, ഓർഡർ. ലൈവ് ചാറ്റിൽ ഇടാൻ പറ്റുന്നവർ അങ്ങനെ ഇടുക, പക്ഷേ കഴിവതും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഓർഡർ, 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 ഓർഡർ. കാരണം ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഗ്രേസ് നമ്മുടെ മേൽ വരും, ഒരു ക്രമം, ഓർഡർ. ബട്ട് 1 Corinthians 14:40, 1 Corinthians 14:40 നമ്മൾ കാണുന്നത് ഇങ്ങനെ: ബട്ട് എവറിത്തിങ് ഷുഡ് ബി ഡൺ ഇൻ എ ഫിറ്റിംഗ് ആൻഡ് ഓർഡർലി വേ. എല്ലാം ക്രമമായും ഉചിതമായും നടക്കട്ടെ. ഇത് പൗലോസ് ആ അധ്യായത്തിൻ്റെ അവസാനം എത്തുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. ഡെക്ലറേഷൻ നോക്കുക. മൈ സ്റ്റെപ്സ് ആർ ഓർഡേഡ് ബൈ ദ ലോർഡ്. എൻ്റെ ചുവടുകളെ അവൻ ക്രമപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ കാൽ ചുവടുകളെ അവൻ ക്രമപ്പെടുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് വയ്ക്കും, ഒരു ചുവട് ഇവിടെ വെച്ച്, ഒരു ചുവട് ഇവിടെ വെച്ച്, ഒരു ചുവട് അവിടെ വെച്ച്, ആ പോക്ക് തന്നെ എന്തായിരിക്കും? സിഗ്സാഗ് വേയിലായിരിക്കും. എന്നാൽ കൃത്യമായി ഞാൻ പോകേണ്ട ഡയറക്ഷനിലേക്ക് ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ കർത്താവ് എന്നെ ഡയറക്റ്റ് ചെയ്യുന്നു, എൻ്റെ കാലുകളെ ഡയറക്റ്റ് ചെയ്യുന്നു. വാവ്, എത്ര പേർക്ക് വേണം? ഡിവൈൻ ഡിസിപ്ലിൻ കീപ്സ് മൈ ലൈഫ് ഇൻ അലൈൻമെൻറ്റ് ആൻഡ് പീസ്. എന്നാൽ ദൈവികമായ ഒരു അച്ചടക്ക സ്വഭാവം എൻ്റെ ജീവിതത്തെ സമാധാനത്തിലും അതുപോലെ ആ ദൈവത്തോട് ക്രമപ്പെടുത്തി പോകാൻ എന്നെ സഹായിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് എല്ലാം ഇന്ന് തന്നെ വായിക്കണേ. എല്ലാവരും ഉറക്കെ ക്രമം, ഓർഡർ, ഓർഡർ, ഓർഡർ. പോയിന്റ് നമ്പർ 1 എഴുതുക. ഓർഡർ റിഫ്ലെക്ട്സ് ദ നേച്ചർ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തിൻ്റെ പ്രകൃതത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ക്രമം. അല്ലെങ്കിൽ ക്രമം ദൈവിക സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. കാരണം chaos is not God's signature. എവിടെയെങ്കിലും ആശയക്കുഴപ്പം, കയോട്ടിക്കാണ്, കൺഫ്യൂഷനാണ്, പെർപ്ലക്സിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ ദൈവത്തിൻ്റെ കയ്യൊപ്പില്ല. എന്തിലും എവിടെയും ആശയക്കുഴപ്പമുണ്ടോ അവിടെ ദൈവത്തിൻ്റെ കയ്യൊപ്പില്ല. നല്ലൊരു ഓർഡറിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അവിടെ അതിനൊരു ദൈവിക അംഗീകാരമുണ്ട്. ജനസിസ് 1, 2 and 3, ഉൽപ്പത്തി പുസ്തകം, ആദ്യ പുസ്തകം, ആദ്യ അധ്യായം, ആദ്യത്തെ പേജ് ബൈബിളിൽ 2, 3, 1 അധ്യായത്തിൻ്റെ 2, 3 വചനത്തിൽ കാണുന്നത് the earth was formless and empty and then God spoke. ഭൂമി പാഴും ശൂന്യമായി. It was chaotic, there was no order, it was void and barren and empty. അവിടെയാണ് ദൈവം സംസാരിച്ചു, ലെറ്റ് ദെയർ ബി. ക്രിയേഷൻ അൺഫോൾഡഡ് ഇൻ സീക്വൻസ്, സ്ട്രക്ചർ ആൻഡ് റിതം. ഇപ്പോൾ ക്രിയേഷൻ വീക്ക് അല്ലെങ്കിൽ ക്രിയേഷൻ്റെ ഒരു ഡൈജസ്റ്റ് നറേഷൻ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൽ 2 അധ്യായത്തിലും കൂടി ചേർന്ന് കിടക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നൊരു പ്രതിഭാസം ഇതാണ്. ആ സൃഷ്ടിപ്പ് നടക്കുമ്പോൾ അതിലൂടെ പുറത്തേക്ക് വന്നത് ഒരു ശ്രേണിയായി ഘടനയോടുകൂടിയ റിഥമിക്കായ ഒരു, ഇതിൻ്റെയൊക്കെ മലയാള വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല, ഏകദേശം മനസ്സിൽ നല്ല ഇണങ്ങി ചേർന്ന ഓർഡറോടുകൂടി ക്രമത്തോടു കൂടിയ രീതിയിലാണ് ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. ഉദാഹരണത്തിന് ശ്രദ്ധിച്ച് കേൾക്കണേ, ആദമിനെ മനുഷ്യനുണ്ടാക്കിയതെന്നാ
6-ാം ദിവസം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എല്ലാ സൃഷ്ടിക്കും ശേഷമാണ് മനുഷ്യനുണ്ടാക്കി. പകരം ആദ്യ ദിവസം തന്നെ ആദമിനെ ഹവ്വയെ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആദമിനെ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. എന്ത് ചെയ്യും? ഇയാൾ എവിടെ കൊണ്ട് വെക്കും? ഇയാൾ എന്ത് ശ്വസിക്കും? ഓക്സിജൻ ഇല്ല, ശ്വസിക്കാൻ വായു വേണ്ടേ? എന്തെല്ലാം കാര്യങ്ങൾ. അതുകൊണ്ട് ദൈവം വെളിച്ചം തുടങ്ങി ഓരോ 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ച്, 2-ാം ദിവസം 3, 4, 5, 6-ാം ദിവസം ബാക്കിയുള്ളതിനെല്ലാം സൃഷ്ടിച്ച ശേഷം ലാസ്റ്റാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ഇതിലെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി എല്ലാം തെറ്റി. സോ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ. ഹി ഈസ് വെൽ ഓർഗനൈസ്ഡ്. ദ ഹെവൻ ഈസ് വെരി വെൽ ഓർഗനൈസ്ഡ്. അപ്പോൾ അവിടെ കാണുന്നത് ലൈറ്റ്, സെപ്പറേഷൻ, അസൈൻമെൻറ്റ്, കംപ്ലീഷൻ, ഇങ്ങനെയാണ് അവിടെ കർത്താവ് ഓരോന്നിനെ സൃഷ്ടിച്ചു കൊണ്ടിരുന്നത്. മാത്രമല്ല, ഗോഡ് ഡിഡ് നോട്ട് ക്രിയേറ്റ് എനിത്തിങ് റാൻഡംലി. ഹി ക്രിയേറ്റഡ് സിസ്റ്റമാറ്റിക്കലി. പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ തോന്നിയ രീതിയിലല്ല ദൈവം എന്തെങ്കിലും ഇവിടെ സൃഷ്ടിച്ചത്. അതിനെല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു, ഒരു കൃത്യതയോടുകൂടിയാണ് അവനെല്ലാം പ്രോഗ്രസീവായിട്ടാണ് സൃഷ്ടിച്ചത്. ജെയിംസ് 3:16-17, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-17. അവിടെ this verse contrasts disorder with wisdom from above, which is pure and peaceable. അതായത് ഈ ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനം എന്താണെന്നൊക്കെ അവിടെ ഇങ്ങനെ പറയുന്നു. അതിനുശേഷം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയും. ഇത് രണ്ടും. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വരുമ്പോൾ വളരെ സമാധാനമുള്ളതും വളരെയധികം നിർമ്മലമായതും അതിൻ്റെ ഒരു ഓർഡറുണ്ട്. അതെല്ലാം ഭംഗിയായി ചെയ്യുന്നതാണ്. കൊലോസ് ലേഖനം 2:5, Colossians 2:5. അവിടെ പറയുന്നത്, ദിസ് വേഴ്സ് സ്പീക്സ് ഓഫ് ബീയിങ് ഡിലൈറ്റഡ് ടു സീ ഗുഡ് ഓർഡർ ആൻഡ് ഫേംനെസ് ഓഫ് ഫെയ്ത്ത്. അപ്പോസ്തലന് തന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയും അതുപോലെ വളരെ നല്ല ഉചിതമായും ക്രമമായും കാര്യങ്ങൾ പോകുന്നത് കണ്ടിട്ട് തനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി എന്നാണ് പറയുന്നത്. സോ വെൻ ഗോഡ് റൂൾസ്, ഡിസോർഡർ ഡിസപ്പിയേഴ്സ്. ദൈവം ഭരിക്കുമ്പോൾ അവിടെ ഡിസോർഡർ ഇല്ല, ഡിസോർഡർ അപ്രത്യക്ഷമാകും. ദൈവിക ഭരണത്തിന് കീഴിലല്ലാതെ വരുമ്പോഴാണ് സകല രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുന്നത്. പല ഗവൺമെൻറ്റുകളിൽ ക്രമക്കേടുണ്ട്, ഓഫീസുകളിൽ ക്രമക്കേടുണ്ട്, ആശുപത്രികളിൽ ക്രമക്കേടുണ്ടായി. ക്രമക്കേടുണ്ടാകുന്നത് ദൈവസാന്നിധ്യം ദൈവമില്ലാത്തതുകൊണ്ടാണ്. ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക, ആ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് മുതൽ അതിൻ്റെ പാർക്കിംഗ്, അതിനുശേഷം ആളുകൾ വന്നിറങ്ങുന്ന ഡ്രോപ്പ് ഓഫ് ഏരിയ, അതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴുള്ള റിസപ്ഷൻ അല്ലെങ്കിൽ ലോബി, ഇപ്പുറത്തെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു എമർജൻസി റൂം കാണും, പിന്നെ പല ENT കാണും, ഗൈനക്കോളജി കാണും, നിയോനേറ്റൽ കാണും, പീഡിയാട്രിക്സ്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഓരോ ഫ്ലോറുകളിലായി മൊത്തം ഓർഡറിലാണ് ഒരു ഹോസ്പിറ്റൽ ഫങ്ഷൻ ചെയ്യുന്നത്. എന്നാൽ ഇൻ കേസ് അതിൻ്റെ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി റൂമിൽ മൊത്തം കയോസാണ്. അവിടെ മര്യാദക്ക് സെക്യൂരിറ്റി ഇല്ല, ഡോക്ടർ അവിടെ ഇല്ല, നേഴ്സ് എവിടെയോ പോയിരിക്കുന്നു, വേണ്ടത്ര ഓക്സിജൻ സിലിണ്ടർ ഇല്ല, പെട്ടെന്ന് ടേക്ക് കെയർ ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡ് ഒന്നും ഇല്ലാതിരിക്കുവാണെങ്കിൽ അവിടെ കയറുന്നവൻ ചാവും. സോ ഒരു ഓർഡർ ഉണ്ടെങ്കിലോ അപ്പോൾ അവിടെ ഒരു പ്രോട്ടോക്കോൾ, ഒരു സീക്വൻസ്, ഒരു സ്ട്രക്ചർ, എല്ലാം ഓർഡറിലും കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു പക്ഷേ ഭയങ്കര ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഒരു ക്രിട്ടിക്കൽ കേസിനെ കൊണ്ട് ചെന്നാൽ വളരെ ഫാസ്റ്റ് പെട്ടെന്ന് വരുന്നു, വീൽ ചെയറിലാക്കുന്നു അല്ലെങ്കിൽ സ്ട്രെച്ചറിലാക്കുന്നു, ആളെ കൊണ്ടുപോകുന്നു, വളരെ പെട്ടെന്ന് ഓക്സിജൻ മാസ്ക് വയ്ക്കുന്നു, ഒരു ക്രൂ ഓടി വന്ന്, നേഴ്സസും ഡോക്ടേഴ്സും ഒരു പാനൽ ഓടി വന്ന് അറ്റൻഡ് ചെയ്യുന്നു, ജീവൻ രക്ഷിക്കാൻ കഴിയും. ഇഫ് ഗോഡ് ഈസ് ഷേപ്പിംഗ് യുവർ ലൈഫ്, ഹി വിൽ ബ്രിങ് അലൈൻമെൻറ്റ്. എന്നെ നോക്ക്, നിങ്ങളുടെ ജീവിതം ആരുടെ കയ്യിലാണ്? സത്യം പറ. ജീവിതം ആരുടെ കയ്യിലാണ്? പിശാചിൻ്റെ കയ്യിലാണോ? മനുഷ്യൻ്റെ കയ്യിലാണോ? ദൈവത്തിൻ്റെ കയ്യിലാണോ? ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവൻ ഓർഡറിലായിരിക്കും. അത് ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അലൈൻമെൻറ്റ് കൊണ്ടുവരും, ഒരു ഓർഡർ കൊണ്ടുവരും. ഓക്കെ. നമ്പർ 2,
കമൻറ്റ് സെക്ഷനിൽ എഴുതാൻ മറക്കരുത്. ഈ വാക്യങ്ങൾ, വചനങ്ങൾ, ഞാൻ പറയുന്ന പ്രധാന പോയിൻ്റുകളൊക്കെ നോട്ട് ചെയ്യണം. എവിടെയെങ്കിലുമൊക്കെ എൻ്റെ പ്രധാന ഭാഗങ്ങളെങ്കിലും കമൻറ്റ് സെക്ഷനിൽ എല്ലാ ദിവസവും എല്ലാവരും അപ്ലോഡ് ചെയ്യുക, എഴുതുക, വായിക്കുക. നമ്പർ 2, ഓർഡർ ഇൻവൈറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നല്ലൊരു ഓർഡർലി ആയിട്ട് ക്രമമായിട്ട് കാര്യങ്ങൾ പോകുന്നെങ്കിൽ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങും. സോ 1 Corinthians 14 അതാണല്ലോ ഇന്ന് നമ്മൾ ഫോക്കസ് വേഴ്സ്. അവിടെ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചുള്ള അധ്യായമാണ്. 1 Corinthians 14. Even in powerful spiritual environments, Paul insisted on order. അപ്പോൾ അവിടെ ആത്മാവിൻ്റെ ശക്തിയേറിയ പ്രദർശനം കൊരിന്ത്യ സഭയെക്കുറിച്ച് പറയുന്നത് ഒരു കൃപാവരത്തിലും ഒരു കുറവുകളുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ 9 കൃപാവരങ്ങൾ അദ്ദേഹം പൗലോസോടെ നിരത്തുന്നുണ്ട്. ഈ 9 കൃപാവരങ്ങൾ അവിടെ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. അത് കൂടാതെയുള്ള അഡ്മിനിസ്ട്രേഷൻ, ലീഡർഷിപ്പോടെയുള്ള ബാക്കി ഒരു കൃപാവരത്തിനും ഒരു കുറവില്ല. ഭയങ്കരമായ ഹോളി സ്പിരിറ്റ് മൂവും മാനിഫെസ്റ്റേഷനുള്ളൊരു ചർച്ചയായിരുന്നു കൊരിന്ത്യ സഭ. അവിടെയാണ് പൗലോസ് പറയുന്നത് എല്ലാം ഉചിതമായും ചന്തമായും ക്രമമായും നടക്കട്ടെ. ഒരു ഓർഡർ ആവശ്യമാണ് സഭയ്ക്കകത്തായാലും എവിടെയാണെങ്കിലും. ഇതിന് കാരണം ബിക്കോസ് മാനിഫെസ്റ്റേഷൻ വിത്തൗട്ട് സ്ട്രക്ചർ പ്രൊഡ്യൂസസ് കൺഫ്യൂഷൻ. അതുകൊണ്ട് അവിടെ പറയുന്നത് ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. ദൈവം ക്രമക്കേടിൻ്റെ ദൈവമല്ല, ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. ക്രമമായി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ചില യുദ്ധങ്ങളെയൊക്കെ പൊളിക്കാൻ വേണ്ടി ദൈവം ചെയ്തത് സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ ശത്രുപാളയത്തിൽ അയച്ചു. എല്ലാം കൂടെ കൺഫ്യൂഷനായി, അവർ തോറ്റുപോയി. സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു സ്പിരിറ്റ് തന്നെയുണ്ട്. ആശയക്കുഴപ്പത്തിൻ്റെ ഒരാത്മാവ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈവൻ വെൻ ഗോഡ് മൂവ്സ് പവർഫുള്ളി, ഹി ഈസ് നോട്ട് മൂവിങ് കെയർലെസ്ലി. ശക്തമായി പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോഴും അതിനകത്തൊരു കെയറുണ്ട്. അതല്ലാതെ ചുമ്മാ അതും ഇതൊക്കെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ദൈവം എന്ത് ചെയ്താലും അതിന് പിന്നെ ഒരു ഉദ്ദേശമുണ്ട്, ഒരു ഓർഡറുണ്ട്. എക്സഡസ് 40:33-34, പുറപ്പാട് പുസ്തകം 40:30-34 വായിക്കുമ്പോൾ അവിടെ കാണുന്നത് when the tabernacle was set up exactly as instructed, the glory filled it. അതായത് ആദ്യമേ മോശയ്ക്ക് സീനായി മലയുടെ മുകളിൽ വെച്ച് ദൈവം സമാഗമന കൂടാരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് കൊടുത്തു. ആദ്യം ഫിലിം പോലെ, മൂവി പോലെ കാണിച്ചു കൊടുത്തു. ഇന്ന കാര്യങ്ങളാണ് നീ പണിയേണ്ടത്. അത് താൻ മലമുകളിൽ, സീനായി മലയുടെ മുകളിൽ വെച്ച് കാണുകയാണ്. ടാബർനാക്കിൾ സ്വർഗത്തിലുള്ളതിൻ്റെ ഒരു റെപ്ലിക്ക പോലെ, ഒരുപക്ഷെ 3D ആയിട്ട് അല്ലെങ്കിൽ മൂവിയിൽ കാണുന്നത് പോലെ അദ്ദേഹം കണ്ടു. അതിനുശേഷം ഡയമെൻഷൻസ് കൊടുത്ത് ബ്ലൂ പ്രിൻ്റായി. ഇതുമായിട്ടാണ് താൻ താഴെ ഇറങ്ങി വന്നത്. ഓരോന്നും ബസലേൽ, ഹോലിയാബ്, ഇങ്ങനെ 2 പേരാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ ക്രിയേറ്റീവായ അവരെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഈ സമാഗമന കൂടാരം എല്ലാ അതിൻ്റെ അന്താഴവും അതിൻ്റെ നെട്ടും ബോൾട്ടും എല്ലാം ഇട്ട് റെഡിയാക്കി പൊക്കി ദൈവം പറഞ്ഞ അതേ മെഷർമെൻറ്റിൽ, അതേ സ്ഥാനത്ത്, അതേ ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യുകയല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യവും മഹത്വവും അവിടെ വന്നങ്ങ് ഇറങ്ങി. അതാ പറഞ്ഞ ഓർഡർ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഭയങ്കരമായ ദൈവസാന്നിധ്യം വെളിപ്പെടും. സ്ട്രക്ചർ പ്രിപ്പേർഡ് സ്പേസ് ഫോർ ഗ്ലോറി. ഒരു നല്ല ഘടന ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള നിലമൊരുക്കി, കളമൊരുക്കി. ഞാൻ ഈ പറയുന്നത് കേട്ടോ, an orchestra may have the best musicians in the world, but without a conductor and timing, it becomes noise. With order, it becomes harmony. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസീഷ്യൻസിനെ കൊണ്ടുവന്നൊരു സ്റ്റേജിൽ കൊണ്ടുവന്നു. പക്ഷേ എല്ലാ മ്യൂസീഷ്യൻസിനും എല്ലാ ഉപകരണങ്ങളെയും അതിൻ്റെ റിതം, ടൈമിങ്, ടെമ്പോ ഇതെല്ലാം നോക്കി കൃത്യമായി ചെയ്യുന്ന ഒരു കണ്ടക്ടർ കണ്ടു കാണുമല്ലോ. ഇല്ലെങ്കിൽ കുറേ ഒച്ച ഉണ്ടാവും എന്നുള്ളതല്ലാതെ അതൊരിക്കലും ഒരു ഹാർമണി ആയിട്ട് മാറുകയില്ല. ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ ഡിസൈനുമായി, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഡിസൈനുമായി മാച്ച് ചെയ്യുമ്പോൾ, അലൈൻ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങുന്നത്.
നമ്പർ 3, ഡിസോർഡർ വീക്കൻസ് വാട്ട് ഗോഡ് വാണ്ട്സ് ടു സ്ട്രെങ്തൻ. ദൈവം ശക്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ബലഹീനമാക്കുന്നതാണ് ഡിസോർഡർ അല്ലെങ്കിൽ ക്രമക്കേട്. ക്രമം കെട്ട രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ ശക്തീകരിച്ച് സൂപ്പറാക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ബലഹീനമാക്കി കളയും. ഇൻ അതർ വേർഡ്സ്, അൺഫിനിഷ്ഡ് റൂട്ടീൻസ്, തീരാത്ത ദിനചര്യകൾ ചെയ്തു തീർക്കാൻ കഴിയാത്തത്, അൺഡിസിപ്ലിൻഡ് സ്പീച്ച്, ശരിയായ രീതിയിലില്ലാത്ത നമ്മുടെ ക്രമമില്ലാത്ത സംസാരം, അൺമാനേജ്ഡ് ടൈം. നമുക്ക് സമയം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നത് അല്ലേ? പ്രൈം മിനിസ്റ്റർക്കും പ്രസിഡൻറ്റിനും. ഇവിടെ ഒരു സ്ലമ്മിൽ ജീവിക്കുന്ന ഒരാൾക്കും ജോലി ചെയ്യുന്ന ഒരാൾക്കും പഠിക്കുന്ന കുട്ടിക്കും ജോലി ചെയ്യുന്നവർക്കും ഒരു പാസ്റ്റർക്കും എല്ലാവർക്കും ഒരേപോലെയാണ് ദൈവം സമയം 24 മണിക്കൂർ കൊടുക്കുന്നത്. പക്ഷെ അതിനെ നമ്മൾ മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ ക്രമമായി, അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ്, ഈ ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നമുക്കതിനൊക്കെ പരിഹരിക്കാൻ കഴിയും. സോ ദീസ് ആർ നോട്ട് സ്മോൾ ഇഷ്യൂസ്, ദേ ആർ സ്ട്രക്ചറൽ ക്രാക്സ്. ഒരു വലിയ ബിൽഡിങ്ങിൽ ക്രാക്ക് വീണു, പിന്നെ എല്ലാവരും അങ്ങോട്ടാ എല്ലാവരും ശ്രദ്ധിക്കും. ടൗൺ പ്ലാനിങ് കമ്മീഷനായാലും ഈ ബിൽഡിംഗ് ഇതൊക്കെ നോക്കുന്ന ഉത്തരവാദിത്തമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ ക്രാക്ക് വീണു. എല്ലാവരെയും ഞാനൊരു സ്ഥലത്ത് എന്നവർ പറഞ്ഞു, ഇത്ര ഫ്ലോറിൽ നിന്നുള്ളവരെ അവിടെ നിന്ന് കുടി ഒഴിപ്പിച്ചു. അവർ മേടിച്ച ഫ്ലാറ്റാണ്, പക്ഷേ ആ ഭാഗത്ത് സ്ട്രക്ചറിൽ ചില ക്രാക്കുകൾ കണ്ടു. അത്രയ്ക്ക് ഡേഞ്ചറസാണ്, നിസ്സാരമെന്ന് തോന്നുന്നത് പോലും. ചില വചനങ്ങളൊന്ന് കുറിച്ച് വെച്ചേക്കത്. പ്രോവർബ്സ് 24:30-31, സദൃശവാക്യങ്ങൾ 24:30-31. ഈ ഭാഗം, എ ഫീൽഡ് ഓവർഗ്രോൺ വിത്ത് തോൺസ് ബിക്കോസ് ഓഫ് നെഗ്ലക്റ്റ്. ആരും കൾട്ടിവേറ്റ് ചെയ്യാതെ കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുന്ന ഒരു നിലത്ത് നിന്ന് മുള്ളുകളും കളകളും എല്ലാം വളർന്ന് അത് വളരെ ഹൊറിബിളായിട്ടുള്ളൊരു ഫീൽഡായിട്ടത് മാറും. ടൈറ്റസ് 1:5, തീത്തോസിൻ്റെ ലേഖനം 1:5, പുട്ട് ഇൻ ഓർഡർ വാട്ട് വാസ് ലെഫ്റ്റ് അൺഫിനിഷ്ഡ്. പൗലോസ് തീത്തോസിനോട് പറയും, ഞാൻ നിന്നെ ക്രേത്തയിൽ ഇട്ടിട്ട് പോകുന്നത്, അവിടെ ആക്കി വെച്ചിട്ട് പോകുന്നത്. പൗലോസ് മാത്രം അവിടെ നിന്ന് പോകുന്നു, തീത്തോസിനോട് പറഞ്ഞ് അവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതിന് കാരണം എന്താണ്? ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമത്തിലും ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സഭയ്ക്കകത്തൊരു ഓർഡർ വേണം. ശുശ്രൂഷയിലും ശുശ്രൂഷകരിലും സഭാരാധനയിലും എല്ലാ കാര്യങ്ങളിലും ഒരു ഓർഡർ ആവശ്യമാണ്. 2 Thessalonians 3:7, 2 തെസ്സലോനിക്കർ 3:7 പറയുന്നത്, ഡിസിപ്ലിൻഡ് ലിവിങ്, എല്ലാവരും ക്രമം കെട്ട് നടക്കാതെ വളരെ അച്ചടക്കത്തോടു കൂടി ജീവിക്കണം. സ്പിരിച്വൽ മെച്യൂരിറ്റി ഇൻക്ലൂഡ്സ് സ്ട്രക്ചർ. ആത്മീയ പക്വത എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കും? ഒരു ഘടനയുണ്ടായിരിക്കും. ഒരു കപ്പൽ മുങ്ങുന്നത് കപ്പലിന് പുറത്തുള്ള വെള്ളം കൊണ്ടല്ല, കപ്പലിനകത്ത് വെള്ളം കയറിയാലാണ്. അപ്പോൾ അവിടെ ഒരു കപ്പൽ പണിയുന്ന ആ ഒരു രീതിയൊക്കെ ഉണ്ടല്ലേ, അത് കൃത്യമായും ക്രമമായും പണിയുമ്പോഴാണ് അതിനകത്ത് വെള്ളം കയറാതെ അപകടത്തിൽപ്പെടാതെ അതിനെ കാത്തു സൂക്ഷിക്കുന്നത്. ഡിസോർഡർ ലീക്സ് സ്ട്രെങ്ത്. എന്നാൽ ക്രമക്കേടുണ്ടെങ്കിൽ ശക്തി ചോർന്നു പോകും. അപ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ പറയാം. ഇന്ന് ചോദിക്കണം എല്ലാവരോടും, വാട്ട് നീഡ്സ് ഓർഗനൈസിങ്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ ശരിക്കും ഒന്ന് ക്രമപ്പെടുത്താനുള്ളത്? എന്താണ് ക്രമപ്പെടുത്താനുള്ളത്? നമ്മുടെ ദിനചര്യയാണോ? നമ്മുടെ ലൈഫ് മൊത്തമാണോ? കണക്ക് കാര്യങ്ങളാണോ? എവിടെയാണ് ഒരു ഓർഡർ കൊണ്ടുവരേണ്ടത്? വാട്ട് നീഡ്സ് ഫിനിഷിങ്? എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ അൺഫിനിഷ്ഡായിട്ട് കിടപ്പുണ്ട്, തുടങ്ങി വെച്ചു തീർത്തില്ല, അങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്? ഒരു പുസ്തകം എടുത്തങ്ങ് എഴുത്. വാട്ട് നീഡ്സ് അലൈൻമെൻറ്റ്? എന്നാൽ ശരിയായൊരു ഓർഡറിലേക്കും ക്രമത്തിലേക്ക് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരാനുണ്ട്? ഇതെല്ലാം നമ്മൾ ഇരുന്ന് ചിന്തിക്കണോ? ഓക്കെ. നമ്പർ 4, ഡിവൈൻ ഓർഡർ റിലീസസ് എക്സലറേഷൻ. ദൈവികമായൊരു ക്രമം ആവേഗത്തെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വേഗത കൊണ്ടുവരും. ഓർഡർ ഡസ് നോട്ട് സ്ലോ യു ഡൗൺ. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ കൂടി ഇങ്ങനെയൊക്കെ ചെയ്യണോ? അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ സമയം പോകുമല്ലോ. അല്ല. വേഗത കുറയുമല്ലോ. അല്ല. ഓർഡർ ഉണ്ടെങ്കിൽ ഇറ്റ് പൊസിഷൻസ് യു ഫോർ സ്പീഡ്. എന്നാൽ അത് കറക്റ്റായിട്ട് വന്നു കഴിയുമ്പോൾ
വേഗത ജീവിതത്തിൽ വർദ്ധിക്കും. വെൻ സിസ്റ്റംസ് ആർ അലൈൻഡ്, മൂവ്മെൻറ്റ് ബിക്കംസ് സ്മൂത്തർ. എന്നാൽ എല്ലാ സിസ്റ്റവും വ്യവസ്ഥകളും കൃത്യമായ ഓർഡറിൽ കൊണ്ടുവന്നാൽ മൂവ്മെൻറ്റ് ബിക്കംസ് സ്മൂത്തർ. ഈ മുന്നോട്ടുള്ള ഗമനമെല്ലാം വളരെ സുഗമമായി മാറും. ഐസിയ 32:17 നോക്കാമോ? ഏശയ്യാവ് 32:17. റൈച്ചസ്നെസ് പ്രൊഡ്യൂസസ് ക്വയറ്റ്നെസ് ആൻഡ് കോൺഫിഡൻസ്. നീതിയോടുകൂടെ ജീവിക്കുമ്പോൾ അതിൽ നിന്നും ശാന്തതയും അതുപോലെ ആത്മവിശ്വാസവും ഉണ്ടാകും. പ്രോവർബ്സ് 3:6, സദൃശ്യവാക്യങ്ങൾ 3:6, ഹീ വിൽ മേക്ക് യുവർ പാത്ത് സ്ട്രെയിറ്റ്. അവൻ നിൻ്റെ പാതകളെല്ലാം നേരെയാക്കും. ഇക്ലീസിയാസ്റ്റസ് 3:1, സഭാപ്രസംഗി 3:1 എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാമോ? ദർ ഇസ് എ ടൈം ഫോർ എവറിത്തിങ്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, അതിലൊരു ഓർഡറുണ്ട്. ആർക്കും എൻ്റെ വാച്ച് എനിക്ക് വേണമെങ്കിൽ നേരെ 2 മണിക്കൂർ അങ്ങനെയൊക്കെ വെക്കുന്നവർ കണ്ടിട്ടില്ലേ? 10 മിനിറ്റ് കൂട്ടി വെക്കുക നേരത്തെ ഇറങ്ങാൻ വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി. പക്ഷേ കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. ഇനി സ്ട്രെയിറ്റ് പാത്സ് ആർ ഓർഡേർഡ് പാത്സ്. നേർവഴികളെല്ലാം എന്താണ്? ക്രമമുള്ള ഒരു വഴിയാണ്. ഞാൻ എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ളൊരു കാര്യം പറഞ്ഞോട്ടെ. ഏതെങ്കിലും ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ, ചില ജംഗ്ഷനിലൊന്നും, ഞാൻ വരുന്ന വഴിയിൽ പല ജംഗ്ഷനുകളിൽ സിഗ്നലില്ല, ട്രാഫിക് പോലീസില്ല, അവിടെ ആരുമില്ല. അപ്പോൾ സംഭവിക്കുന്നത് മിക്കവാറും എല്ലാ ദിവസവും ഞാൻ കാണുന്നത്, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് ചില സ്ഥലത്ത് സിഗ്നലുണ്ട്. സിഗ്നലുള്ളിടത്ത് ഒരാശയക്കുഴപ്പമില്ല. പച്ച കാണുന്നു, പോകുന്നു. ഓറഞ്ച് കാണുന്നു, സ്ലോ ഡൗൺ ചെയ്യുന്നു. പിന്നെ നേരെ റെഡ് കാണുന്നു, അവിടെ നിർത്തുന്നു. അങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് പോയി വളരെ ക്രമത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കൂട്ടിയിടി, ആക്സിഡൻറ്റ്, യാതൊരു പ്രശ്നമില്ല. എന്നാൽ ചില ജംഗ്ഷനുകളിൽ ഒരു സിഗ്നലും ഇല്ല. അവിടെ സംഭവിക്കുന്നത് എല്ലാം കൂടെ ആ ജംഗ്ഷനിലേക്ക് വരും. എന്നിട്ട് ഒരു വണ്ടിയും മുമ്പോട്ടുമില്ല പുറകോട്ടും ഇല്ലാതെ ഭയങ്കരമായി സ്റ്റക്കാവും. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു ഓട്ടോയിൽ നിന്നോ കാറിൽ നിന്നോ ഒരാൾ പുറത്തേക്ക് ചാടും. അദ്ദേഹം ആ സമയത്ത് ട്രാഫിക് പോലീസാവും. എന്നിട്ട് ആംഗ്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ആ പണി വിജയിച്ചെന്നിരിക്കും. കുറേ നേരം അത് കഴിയും. എന്നിട്ട് അദ്ദേഹത്തിനും പോണേ, അതുകൊണ്ട് ഒന്ന് റെഡിയാക്കി ബൈക്കിനെ വിട്ട് ഇതിൻ്റെ വിട്ട് കഴിയുമ്പോഴേക്കും. അപ്പോൾ ആ സിഗ്നൽ ഇല്ലാത്ത നിമിത്തം മാത്രം ഇത്രയും വണ്ടികൾ വന്ന്, കാരണം ആർക്കും അറിയില്ല അങ്ങോട്ട് ആരും ആദ്യം എടുക്കണം, എല്ലാവരും അങ്ങോട്ട് കൂട്ടുന്നു. അതിനിടയ്ക്ക് എവിടെയെങ്കിലും മുട്ടുന്നു, പുറത്തിറങ്ങുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ കൂടുന്നു, ഭയങ്കര ബഹളങ്ങളായി. അങ്ങനെയുള്ള എത്രയോ ജംഗ്ഷനുകൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. എന്നാൽ ട്രാഫിക് വിതൗട്ട് സിഗ്നൽസ് ബിക്കം ഗ്രിഡ് ലോക്ക്. ട്രാഫിക് വിത്ത് സിഗ്നൽസ് ഫ്ലോസ് എഫിഷ്യൻ്റ്ലി, ഫ്രീ ഫ്ലോ. ഇത് നമ്മൾ ഓർത്താൽ മതി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, ഓർഡർ ക്രിയേറ്റ്സ് ഫ്ലോ. നല്ല ക്രമമുണ്ടെങ്കിൽ നല്ലൊരു ഒഴുക്കുണ്ടായിരിക്കും ലൈഫിൽ. ഈ മറവി രോഗം എന്ന് പറയുന്ന ഒത്തിരി പേര്, എൻ്റെ അടുത്ത് എത്രയോ പേര് ഇരിക്കുമ്പോൾ എല്ലാം മറവിയാണ്. താക്കോല് കാണുന്നില്ല, കണ്ണട കാണുന്നില്ല, മാല കാണുന്നില്ല, വള കാണുന്നില്ല, മുക്കുത്തി കാണുന്നില്ല, പിച്ചാത്തി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരും. ഇവർക്ക് ആർക്കും മറവി രോഗം അല്ലെന്നാണ് എൻ്റെ കണ്ടെത്തൽ. കാരണം വേറെ പല കാര്യങ്ങളും നല്ല ഓർമ്മയാണ്, എല്ലാം നല്ല ഓർമ്മയാണ്. ഇതിന് കാരണം ഒരു പിച്ചാത്തി എന്ന് പറയുന്നത് നാട്ടിലെ ഭാഷ, കത്തി. അത് കൃത്യമായി കിച്ചണിൽ അത് വെക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അവിടെ വെച്ചു, അവിടെ നിന്ന് വീണ്ടും എടുത്തു, വീണ്ടും അവിടെ വെച്ചു, വീണ്ടും എടുത്തു. ഇത് തന്നെയാണ് കൃത്യമായി അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് മിസ്സാകാൻ പോകുന്നില്ല. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഓർണമെൻറ്റ്സ് എല്ലാം ഊരി എവിടെയെങ്കിലും വെക്കും, പിന്നെ അത് കാണാതെ പാനിക്കായി, പ്രശ്നങ്ങളായി. പക്ഷേ കൃത്യമായൊരു സ്ഥലമുണ്ടെങ്കിൽ തെറ്റില്ല. താക്കോൽ വയ്ക്കുന്ന കൃത്യമായ ഒരു സ്ഥലം അവിടെ തന്നെ വെക്കണം തീരുമാനിക്കുക, താക്കോൽ നഷ്ടമാവില്ല. ഒരിക്കലൊരു എയർപോർട്ടിൽ, US എയർപോർട്ടിൽ എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ പെട്ടെന്ന് യാദൃച്ഛിക കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബാഗുണ്ട്, വേറൊരു ബാഗുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൗണ്ടറിലേക്ക് എത്തുന്ന സമയത്ത് പാസ്പോർട്ട് എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹം പാനിക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പല ബാഗുകൾ, പോക്കറ്റ് അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു, ഉള്ളിൽ നോക്കുന്നു, എല്ലായിടത്തും കൂടി നോക്കി ഭയങ്കരമായ പ്രശ്നമായി.
അവസാനം അത് കണ്ടെത്തി. കാരണം ബാഗിൽ നോക്കുമ്പോൾ ഒത്തിരി സ്ഥലം ചീപ്പ് അത് ഇത് എല്ലാം കൂടി ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ഓർഡർ എല്ലാവരും ഒന്ന് പറഞ്ഞ ഓർഡർ ടൈപ്പ് ചെയ്ത് ഓർഡർ ലൈഫിനൊരു ക്രമം കൊണ്ടുവരിക, സിസ്റ്റമാറ്റിക് ആക്കുക. അതിൽ തന്നെ ഒരു ഫ്രീ ഫ്ലോ ഉണ്ടാകാൻ അത് മതി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഗാഡ് ഈസ് ഹൈലി ഓർഗനൈസ്ഡ്. ഞാൻ എപ്പോഴും പറയുന്ന ഒന്നുകൂടി പറഞ്ഞോട്ടെ, ബോറടിച്ചാലും കുഴപ്പമില്ല. നമുക്ക് കാണാൻ കഴിയാത്ത ഒരു മോളിക്യൂൾ, അതിൻ്റെ അകത്തുള്ളൊരു ആറ്റം എടുത്താൽ അതിൻ്റെ അകത്ത് പോലും ഉള്ള സൂക്ഷ്മാണുക്കൾ കൃത്യമായൊരു ഓർബിറ്റിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ സാധ്യമല്ല. അവിടെ മുതൽ വലിയ ഗാലക്സികൾ, സൂപ്പർ ഗാലക്സികളും സൂപ്പർ ക്ലസ്റ്റേഴ്സും വരെ, കോൺസ്റ്റലേഷൻസ് വരെ എല്ലാത്തിനും ദൈവം ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന് ഓർഡർ വേണം. നമ്മുടെ ആത്മീയ ജീവിതത്തിന്, അല്ലാത്ത കാര്യങ്ങൾക്ക് എല്ലാവരും ഓർഡർ ആവശ്യമാണ്. പ്രാർത്ഥിച്ചോട്ടെ. കൈനീട്ട്. കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും അത് തരണമേ. ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങയുടെ ആ ഒരു കൃപ, അങ്ങയുടെ നേച്ചർ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൈനീട്ടി പ്രാർത്ഥിക്കുന്നവർ സൗഖ്യമാകട്ടെ. ഈ അടുത്തിടെ TB രോഗം അഥവാ ക്ഷയരോഗം കണ്ടെത്തിയ ആരോ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിലെ ആന്തര അവയവങ്ങൾ, ബാഹ്യ അവയവങ്ങളെല്ലാം സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതം നടക്കട്ടെ. ഇടുപ്പിലിന് പ്രയാസമുള്ളവർ സൗഖ്യമാകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അതുപോലെ ഓരോരുത്തരെയും അങ്ങ് തൊടുന്നതിനായി നന്ദി, ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീട്ടിൽ കാണാം. ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണേ. ഗോഡ് ബ്ലസ് യു. ബൈ.